മുരീദന്മാർ പാടുകയും അതിനെതിരായി മുഹമ്മദ് ഷാവരിയല്ല മുരീദന്മാർക്കതാവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ എതിർത്തുകൊണ്ട് പരിഹസിക്കുന്ന ഒരു വിഭാഗം പാട്ട് പാടുകയും ചെയ്ത അനുഭവം ഉണ്ടായിരുന്നു. ഇവിടെ നിഷ്പക്ഷ ബുദ്ധിയാൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യം, ബഹുമാനപ്പെട്ട ശൈഖ് അവറുകൾ അദ്ദേഹത്തിന്റെ മുരീദന്മാരെ സൽപാന്താവിൽ കൂടെ സഞ്ചരിപ്പിച്ചുകൊണ്ട് ആത്മീയമായ ശുദ്ധി വരുത്തി അവർക്ക് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് സലാമത്താക്കി കൊടുക്കാനുള്ള കഴിവ് അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറഞ്ഞ ആലിമീങ്ങളായ അനന്തരാവകാശികളായ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുണ്ട് എന്നത് അത് അംബിയാക്കൾക്ക് അല്ലാഹു നൽകിയ മുഅ്ജിസത്തിന്റെ പകരം നൽകിയ കറാമത്താണ് അവരുടെ അനന്തരാവകാശികൾക്ക് എന്ന് നമുക്കറിയാമല്ലോ. ഈ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷ ബുദ്ധിയായ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണെങ്കിൽ സത്യത്തിൽ കൂടെ സഞ്ചരിക്കാൻ ഒരു മുരീദിന്റെ നിബന്ധനയൊക്കെ ഒരു മുരീദ് ആ ശൈഖിന്റെ മുരീദായി മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ശൈഖ് മുഖേന മുരീദിന് സലാമത്ത് ലഭിക്കുമെന്ന കാര്യത്തിൽ എന്താണ് സംശയിക്കാനുള്ളത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറുൽ അദീദ് പറഞ്ഞില്ലേ, മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞല്ലോ, മുരീദി തമസ്സക് ബി വകും ബി അവാഖിർ മുരീദി തമസ്സക് ബി വകും ബി അവാഖിഖ വഅഹ്മിക ബിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി. എന്റെ ശിഷ്യ, തമസ്സക് ബി, നീ എന്നെ കൊണ്ട് മുറുകെ പിടിക്കും. ശരിയായ തമസ്സുക്ക്, നിന്റെ ആ ഉയർന്ന വിശ്വാസവും തീരുമാനവും ഒന്നും പറ്റൂല. എനിക്ക് എപ്പോഴെങ്കിലും ഒരു മുള്ളു കുത്തിയാലോ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്ഷീണം വന്നാലോ മാത്രം അവിടെ കുടുങ്ങിയ ഘട്ടത്തിൽ മാത്രമുള്ള ആ തീരുമാനമൊന്നും പറ്റൂല. ഉറച്ച തീരുമാനത്തിൽ സത്യത്തിൽ കൂടെ സഞ്ചരിക്കാൻ എന്റെ ശരിയായ വഴിയിലേക്ക് കടന്നു പോകാം എങ്കിൽ ആ തമസ്സുക്ക് എനിക്കുണ്ടെങ്കിൽ അഹ്മീക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമത്തി, ദുനിയാവിലും ആഖിറത്തിലും ഞാൻ നിശ്ചയമായിട്ട് നൽകും. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കൾക്ക് നൽകിയ അതേ പദവി അവരുടെ അനന്തരാവകാശികളായ ആരിഫീങ്ങളായ അൽ ഉലമാ എന്ന് പരിശുദ്ധമായ ഹദീസിൽ ഹബീബ് പഠിപ്പിച്ച വൽ മുറാദു ബിൽ ഉലമാ അൽ ഉറഫാ എന്ന് മുല്ലാഹിൽ ഖാരി പോലെയുള്ള മഹാന്മാർ പഠിപ്പിച്ച ആ ആരിഫീങ്ങളായ ആലിമീങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത കഴിവാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ നോക്കാം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ശൈഖിന്റെ മുരീദായാൽ മുഹമ്മദ് ഷാവലിയുള്ള മുരീദന്മാർക്കതാവില്ല. ശരിയായി ബഹുമാനപ്പെട്ട ശൈഖ് അവരുടെ സാക്ഷാൽ മുരീദാണെങ്കിൽ അതാവില്ലാതെ സലാമത്താക്കാൻ ശഫാഅത്ത് ചെയ്യാനുള്ള അധികാരം അല്ലാഹു ബഹുമാനപ്പെട്ട മഹാന്മാർക്ക് നൽകിയിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഇതിനെ പരിഹസിച്ചുകൊണ്ട് അനാബുദ്ധി എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ വലിയല്ല എന്ന് പറഞ്ഞുകൊണ്ടും വളരെ നിസ്സാരമായ രീതിയിൽ മഹാന്മാരുടെ ശരിയായ റൂട്ട് മനസ്സിലാക്കാൻ കഴിയാതെ എതിർക്കപ്പെടുന്ന അവസ്ഥ ഇന്നും എന്നുമുള്ള ഒരു സ്വഭാവമാണത്. കാരണം ഒരു മഹാനെ മനസ്സിലാക്കണമെങ്കിൽ ചിലപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ വാക്കുകൊണ്ടോ അവരുടെ പെരുമാറ്റം കൊണ്ടോ ഒറ്റ നോട്ടത്തിലോ അല്ലെങ്കിൽ 2 മാസം കൊണ്ടോ 1 മാസം കൊണ്ടോ അങ്ങനെയൊന്നും മനസ്സിലാക്കിയെടുക്കാൻ കഴിയൂല.